ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബുഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡെയിലി ബൂസ്റ്ററിന്റെ 29ാമത്തെ ദിവസമാണ്. നമ്മുടെ ഇന്ന് 25/22 സിവിൽ എക്സൈസ് ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ ആന്റോണിം ഓഫ് ദ വേർഡ് പ്ലെയിൻറ്റീവ്. പ്ലെയിൻറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആന്റോണിം ആട്ടാ വേണ്ടത്, ഓപ്പോസിറ്റ് ആണ്, വിപരീത അർത്ഥമാണ് വേണ്ടത്. നമുക്ക് നോക്കാം എന്താണ്. ഡിജക്റ്റഡ്, ഡിലൈറ്റഡ്, സാഡഡ്, ഡോൾഫുൾ. എന്താണ് വേണ്ടത്? പ്ലെയിൻറ്റീവ്. അപ്പൊ ആദ്യം നമുക്ക് എന്തറിയണം? പ്ലെയിൻറ്റീവിന്റെ മീനിങ് എന്താണെന്നുള്ളത്. അതായത് ദുഃഖകരമായ അല്ലെങ്കിൽ എന്താണ്, ദുഃഖിക്കുന്ന, വേദനാജനകമായ ആ ഒരു മീനിങ് ആണ് പ്ലെയിൻറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കണം ഓപ്പോസിറ്റ് ആയിട്ട് വരേണ്ടത്? ഡിലൈറ്റഡ്. ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? ഓപ്പോസിറ്റ് വരാൻ ഡിലൈറ്റഡ് വരാം, അതേപോലെ എന്ത് വരാം? ജോയ്ഫുൾ. പിന്നെ എന്താണ്? ഹാപ്പി. അതാണ് ഡിലൈറ്റഡ് എന്ന് പറയുന്നത്, ഹാപ്പി. അതേപോലെ വേറെ എന്ത് പറയാനായിട്ട് പറ്റും? ചിയർഫുൾ. ഇതെല്ലാം നമുക്ക് എന്താണ് ഇതിന്റെ ആന്റോണിമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് നോക്കാം. പിക്ക് ദ സിനോണിം ഓഫ് ഡിലിജൻസ്. ഓക്കെ, ഡിലിജൻസിന്റെ എന്താണ് സിനോണിമാണ് വേണ്ടത്. നെഗ്ലിജൻസ്, അതേപോലെ ഇൻഡോളൻസ്, അസിഡ്യൂറ്റി, ഇൻഡലൻസ്. എന്താണ് ഡിലിജൻസ് എന്ന് പറഞ്ഞാൽ? അതിന്റെ മീനിങ് ഉത്സാഹം എന്നുള്ള ഒരു മീനിങ് ആണ്, ഉത്സാഹം. അപ്പൊ എന്താണ്? അസിഡ്യൂറ്റി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്ന് പറയുന്നത് എന്താണ്? അസിഡ്യൂറ്റി. അതേപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് എന്തൊക്കെ വരാം? ഈ പറയുന്ന ഡിലിജൻസ്. ഡിലിജൻസിന്റെ ആന്റോണിം എന്തൊക്കെ വരാം? ഈ പറയുന്ന നെഗ്ലിജൻസ് വരാം, പിന്നെ എന്ത് വരാം? കെയർലെസ്നെസ് വരാം, കെയർലെസ്നെസ് വരാം. പിന്നെ എന്താണ്? അതേപോലെ ലേസിനെസ് വരാം. ഇതെല്ലാം എന്താണ്? ഡിലിജൻസിന്റെ ആന്റോണിംസ് ആണ്. സിനോണിം വരുമ്പോൾ എന്താണ്? അസിഡ്യൂറ്റി വരാം, എഫേർട്ട് എന്നുള്ള വരാം, അതായത് ഉത്സാഹം, ആ ഒരു മീനിങ് ആണ് കേട്ടോ അത് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദ അണ്ടർലൈൻഡ് പോർഷൻ ഓഫ് ദ സെന്റൻസ് ഗിവൺ ബിലോ. ഐ വിൽ ഡൈ ബിഫോർ ഐ ഈൽഡ് എന്ന് പറയുന്നത് ഇവിടെ ശരിക്കും ഡൈ എന്ന് പറയുന്നതാണ് നമ്മുടെ വെർബിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആഡ്വെർബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒറ്റ ഇതായിട്ടായിരിക്കും അല്ലെ നമ്മൾ പറയുന്നത്, വെർബിനെ വിശേഷിപ്പിക്കുന്നതാണ്. ഇവിടെ മൂന്ന് പാർട്ട് ഉണ്ട് അതിന്. അപ്പൊ ഇവിടെ എന്താണ്? ഡൈ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിവിടെ ആഡ്വെർബ് ഉണ്ട്, അവിടെ ഇതേപോലെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു പ്രെഡിക്കേറ്റീവ് ഉണ്ട്. അപ്പൊ ഇതിനെ എന്ത് പറയാം ഇതിനെ? അതായത് നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. ആഡ്വെർബ് കഴിഞ്ഞിട്ട്, അതായത് ഒരു വെർബ്, ആഡ്വെർബ്, ഒരു സബ്ജക്റ്റും കൂടി ഉണ്ടെങ്കിൽ അതിനെ പറയുന്നത് ആഡ്വെർബ് ക്ലോസ് ആണ്. ക്ലോസ്. ഓക്കെ ആണല്ലോ? അതായത് ആഡ്വെർബായിട്ട് ഫംഗ്ഷൻ ചെയ്ത ഒരു കൂട്ടം വാക്കുകളെയാണ് നമ്മൾ ആഡ്വെർബ് ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രെഡിക്കേറ്റ് വേണം, അതേപോലെ തന്നെ എന്താണ്? ഒരു സബ്ജക്റ്റ്, അതേപോലെ ആഡ്വെർബും വേണം, വെർബും വേണം. Spot the error in the following sentence. 100 rupees are not a big sum of money for the students. 100 rupees എന്ന് പറയുന്നത് നമ്മളിവിടെ ആർ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അങ്ങനെയല്ല, നമ്മൾ ഇതിനെ സിംഗുലർ ആയിട്ടാണ് എടുക്കേണ്ടത്. ഇവിടെ ആർ അല്ല വരേണ്ടത്, ഈസ് ആണ് വരേണ്ടത്. സോ ഓപ്ഷൻ 2 ആണ് ഇവിടെ തെറ്റെന്ന് പറയുന്നത്. നമുക്ക് തെറ്റല്ലേ കണ്ടുപിടിക്കേണ്ടത്, സ്പോട്ട് ദ എറർ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ദ ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ സെന്റൻസ്. ഇൻഡയറക്റ്റ് ഫോമിലേക്ക് മാറ്റുമ്പോൾ റാം സെഡ് ടു ഹിസ് ബ്രദർ. റാം അവന്റെ ബ്രദറിനോട് പറഞ്ഞു, വേർ ആർ യു ഗോയിങ്? നീ എവിടെയാണ് പോയത് ചോദിച്ചു എന്നുള്ള. അപ്പൊ എന്ത് വേണം? റാം ആസ്ക്ഡ് ഹിസ് ബ്രദർ. റാം ബ്രദറിനോട് ചോദിച്ചു എന്ന് വേണം അല്ലെ. വേർ നമ്മുടെ ക്വസ്റ്റ്യൻ ഫോം ആണ് അല്ലെ, WH ക്വസ്റ്റ്യൻ ഫോം ആണ്, അത് അങ്ങനെ തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. വേർ ഇവിടെ അറിയേണ്ട ഒരു കാര്യം, വേർ ആർ യു ഗോയിങ് എന്നല്ല നമുക്ക് വേണ്ടത്. അവിടെ എന്ത് ചെയ്യണം? WH കഴിഞ്ഞാൽ അവിടുത്തെ സബ്ജക്റ്റ് എന്താണോ അതാണ് നമുക്ക് നെക്സ്റ്റ് വരേണ്ടത്. WH ഫോം കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? സബ്ജക്റ്റ് വേണം. ഇവിടെ സബ്ജക്റ്റ് യു എന്നുള്ളത് എന്തായിട്ട് മാറും? അവൻ എവിടെ പോയി എന്ന് ചോദിച്ചു എന്നല്ലേ വേണ്ടത്. അപ്പൊ ഹി, സബ്ജക്റ്റ് അവിടെ ഹി ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, വേർ വാസ് ഹി. ഇവിടെ എല്ലാം അത് കഴിയുമ്പോൾ വെർബ് ഓക്സിലറി വെർബ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? വേർ ഹി വാസ് ഗോയിങ്. ഇതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. റാം ആസ്ക്ഡ് ഹിസ് ബ്രദർ. അതായത് WH ക്വസ്റ്റ്യൻസ് ആണ് എങ്കിൽ എങ്ങനെ വന്നം? ആ WH ഫോം കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വന്നം, വേർ ഹി വാസ് ഗോയിങ് എന്നാകും. Pick the passive from the sentence given below from the option. They were beating the boy. They were beating the boy എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എന്താണ്? പാസീവ് ഫോം ആണ് വേണ്ടത്. പാസീവ് ഫോമിൽ എന്താണ് നമുക്കിവിടെ അറിയേണ്ടത്? നോ ടെൻസ് ചേഞ്ച്. അവിടെ ടെൻസ് മാറാൻ പാടില്ല. അതേപോലെ തന്നെ എന്താണ്? നോ മീനിങ് ചേഞ്ച്. മീനിങ്ങും അവിടെ മാറാൻ പാടില്ല. ഇനി ബീറ്റിംഗ്, ING ഫോം ആണല്ലേ വന്നിരിക്കുന്നത്. ING ഫോം ഉണ്ടെങ്കിൽ അവിടെ എന്ത് വരണം? ഒരു ബീയിങ് എന്ന ഫോം നമ്മൾ എന്തിലേക്ക് വരണം? പാസീവ് വോയിസിൽ വരണം. അപ്പൊ ഇവിടെ എന്താണ്? ഇതല്ല എന്ന് മനസ്സിലായി. ബീയിങ്ങൾ രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, ദ ബോയ് വാസ് ബീയിങ് ആണോ, ദ ബോയ് വെയർ ബീയിങ് ആണോ വേണ്ടത്? ഇവിടെ എന്താ? സിംഗുലർ ആണ്. ദ ബോയ്. ഇവിടെ നമ്മൾ ദൈ, ഇവിടെ എന്താണ്? പ്ലൂറൽ ആയതുകൊണ്ടാണ് ഇവിടെ വേറെ യൂസ് ചെയ്തത്. ഇവിടുത്തെ നമ്മൾ എന്താണ്? ദ ബോയ് ആണല്ലേ. അപ്പൊ എന്ത് വേണം? ദ ബോയ് വാസ് ബീയിങ് ബീറ്റൺ ബൈ ദം ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്.
പിക്ക് ദ പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് ഇൻഡെക്സ്. ഇൻഡെക്സിന്റെ പ്ലൂറൽ ഫോം ആണ് നമുക്ക് വേണ്ടത്. ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ഈ എക്സിൽ അവസാനിക്കുന്ന കുറേ വാക്കുകളുണ്ട് നമുക്ക് പ്ലൂറൽ ഫോം ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ആണ് നമ്മളിപ്പോൾ പറയുന്നത് ഇൻഡെക്സ്. അതിന് നമുക്ക് എന്ത് പറയാം? ഇൻഡെക്സ്, ഒരു ES ചേർത്താൽ മതി. ഇനി ബോക്സ് എങ്ങനെ വരും? ബോക്സസ്. ഫോക്സ് എന്ത് വരും? ഫോക്സസ്. ഓക്കെ, അതേപോലെ പ്രിഫിക്സ്, പ്രിഫിക്സ് എങ്ങനെ വരും? പ്രിഫിക്സസ്. അങ്ങനെയാണെങ്കിൽ സഫിക്സ് എന്ത് വരും? സഫിക്സ്, സഫിക്സസ്. ഓക്കെ, ഇനി പറയുന്ന ഇൻഡെക്സിന് തന്നെ നമുക്ക് മറ്റൊന്നും കൂടി പറയാറുണ്ട്, ഇൻഡിസസ്. അതും കൂടി ഒന്ന് പഠിച്ചു വെക്കണം. ഇൻഡെക്സിന് ഇൻഡിസസ് എന്ന് പറയും. അതേപോലെ മറ്റൊന്നാണ് മെട്രിക്സ്. മെട്രിക്സിന് നമുക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും? മെട്രിക്സസ് അല്ലെ. മെട്രിക്സ് ഒരു ES ചേർത്ത് പറയാം. അതേപോലെ തന്നെ അതിന്റെ മറ്റൊരു പ്ലൂറൽ ഫോം ആണ് മെട്രിസസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ചോദിക്കുന്നതാണ്. ചിലപ്പോൾ ഇതായിരിക്കും കയറി ചോദിക്കുന്നത്. പിന്നെ വെർട്ടെക്സ് അല്ലെ, വെർട്ടെക്സ് അതെങ്ങനെ വരാം? വെർട്ടെക്സസും വരാം, എന്ത് വരാം? വെർട്ടിസസും വരാം. കണ്ടോ, ഇങ്ങനത്തെ 2-3 ഉണ്ട് ഇങ്ങനെ ES വന്ന് ചേർന്ന് വരുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. ലെറ്റ്സ് മീറ്റ് ഡാഷ് ദ തിയേറ്റർ. എവിടെയാണോ നമ്മൾ ആ കറക്റ്റ് സ്ഥലം പറയുന്നുണ്ട് അല്ലെ, അപ്പൊ അതിന് എന്ത് വരണം? അറ്റ് ദ തിയേറ്റർ. ലെറ്റ്സ് മീറ്റ് അറ്റ് ദ തിയേറ്റർ ആണ്. ഡാഷ് മീൻസ് ടു എക്സാമിൻ വൺസ് ഓൺ തോട്ട്സ് ആൻഡ് ഫീലിംഗ്. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. റീകളക്ഷൻ, ഇൻട്രോസ്പെക്ഷൻ, സ്പെക്കുലേഷൻ, റീകൗണ്ടിങ്. ഇവിടെ ശരിക്കും ഇത് ടു എക്സാമിൻ വൺസ് ഓൺ തോട്ട് നമ്മൾ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും. ഉള്ളിലേക്ക് നമ്മുടെ നമ്മുടെ ഇൻഡിവിജ്വൽ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളത് ഇൻട്രോസ്പെക്ഷൻ. നമ്മളിതിൽ സൈക്കോളജിയിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, ഈ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡൊക്കെ ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. അപ്പൊ ഇവിടെ എന്താണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഇതായിരുന്നു മീനിങ് വരേണ്ടത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഹിസ് ഫേസ് വാസ് ഡാഷ് ആഫ്റ്റർ ദ സ്ട്രീറ്റ് ഫൈറ്റ്. സ്ട്രീറ്റ് ഫൈറ്റിന് ശേഷം അവന്റെ ഫേസ് ഫുൾ എന്തായിരുന്നു? ബ്ലാക്ക് ആൻഡ് ബ്ലൂ. എന്താണ്? കൈവാളിച്ച് കിടക്കുക എന്ന് പറയത്തില്ലേ, സെയിം മീനിങ് ആണ്. ബ്ലാക്ക് ആൻഡ് ബ്ലൂ. അൽഫ ആൻഡ് ഒമേഗ എന്താണ്? ആദിയും അന്തവും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഹിസ് ഫേസ് വാസ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആഫ്റ്റർ ദ സ്ട്രീറ്റ് ഫൈറ്റ്. സ്ട്രീറ്റ് ഫൈറ്റിന് ശേഷം അവന്റെ ഫേസ് എന്തായിരുന്നു? ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആയിരുന്നു എന്നുള്ളത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം, നമുക്ക് മലയാളത്തിലേക്ക് പോകാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ് അല്ലെ. എന്താണ് ഇവിടെ? നമുക്ക് ഏതാണ് ശരിയായ രൂപം എന്നാണ് വേണ്ടത്. ഏതായിരിക്കും? കണ്ണ് കാണാൻ ഇരുട്ടത്ത് പ്രയാസമാണ് ആണോ? ഇരുട്ടത്ത് നമ്മുടെ കണ്ണല്ല നമുക്ക് കാണണ്ട അല്ലെ. കണ്ണ് കാണാൻ അതൊരു മീനിങ്ലെസ് ആയിട്ട് വരും. ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ് അല്ലെ, അത് ഓക്കെ ആണല്ലേ. ഇരുട്ടത്ത് കാണാൻ ബുദ്ധിമുട്ടല്ലേ നമുക്ക്. ഇരുട്ടത്ത് പ്രയാസമാണ് കണ്ണ് കാണാൻ, അങ്ങനെ നമ്മൾ പറയില്ല. പ്രയാസമാണ് ഇരുട്ടത്ത് കണ്ണ് കാണാൻ. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി. 2 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഏതാണ് ശരിയായ പദം? സ്വച്ഛന്തം, സ്വച്ഛന്തം, ഏതാണ് ശരിയായിട്ട് വരേണ്ടത്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് വരേണ്ടത്. 2 മാത്രമാണ്. സ്വച്ഛന്തം, ഇതാണ് ശരിയായിട്ട് വരേണ്ടത്. സ്വച്ഛന്തം. അപ്പൊ നമ്മൾ ഇച്ഛാ കൂട്ടി കുറെ വാക്കുകൾ പഠിച്ചില്ല, കൂട്ടത്തിൽ ഇതും കൂടി പഠിച്ചു വെച്ചോ. സ്വച്ഛന്തം. രക്തത്തിന്റെ പര്യായമല്ലാത്തത്. രക്തത്തിന്റെ പര്യായമല്ലാത്ത വാക്കുകളാണ് വേണ്ടത്. നമ്മൾ ഒത്തിരി തവണ പഠിച്ചിട്ടുണ്ട്. രക്തത്തിന്റെ പര്യായം എന്ന് പറയുന്നത് അല്ലാത്തതാണ്. രുധിരം നമ്മൾ രക്തത്തിന്റെ പര്യായമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഏതാണ്? നിണം, രക്തമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏതാണ്? അല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ബിയും ഏതാണ്? 2, 3 അല്ല. അപ്പൊ അത് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. പിണം, പിണം എന്ന് പറയുമ്പോൾ എന്താണ്? ശവമാണ്, ശവം. ബദിരം, ബദിരം എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാലേ, കേൾക്കാത്ത, ശ്രവണ ശക്തി ഇല്ലാത്തതിനെയാണ് എന്ന് പറയുന്നത്. പിണം, ശവം, ജഡം, മൃതദേഹം ഒക്കെയാണ് പിണം എന്ന് പറയുന്നത്. അപ്പൊ രക്തത്തിന്റെ പര്യായം പഠിച്ചു വെച്ചു. രുധിരമുണ്ട്, നിണമുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഊട്ടിന് മുൻപും ചൂട്ടിന് പുറകും എന്ന ശൈലി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന്. ഊട്ടിന് മുൻപും എന്താണ്? ചൂട്ടിന് പുറകും. ഭക്ഷണത്തിന്റെ പ്രാധാന്യം, ഭക്ഷണത്തോടുള്ള അത്യാർത്തി, കാര്യം നോക്കി പെരുമാറുക, സ്വാർത്ഥതയോടുള്ള പെരുമാറ്റം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറയും എന്താണ് ഊണിന്, അങ്ങനെ ഒരു പഴഞ്ചൊല്ല് പറയുമല്ലോ, പടക്ക് മുമ്പും അല്ല പടക്ക് പുറകും ഭക്ഷണത്തിന് മുമ്പും, അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ല് എപ്പോഴും ഇങ്ങനെ പറയും. അപ്പൊ എന്താണ്? കാര്യം നോക്കി പെരുമാറുക. എന്താണോ നമ്മുടെ സാഹചര്യം അതിനെ നോക്കി പെരുമാറണം. അതാണ് നമ്മൾ പറയുന്നത് ഊട്ടിന് മുൻപുമായിരിക്കണം. അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപന്തിയിൽ ചെല്ലണം. ചൂട്ടിന് എന്തായിരിക്കണം? ചൂട്ടിന്റെ മുമ്പിലല്ല, ചൂട്ടിന്റെ പുറകിലാണ് നമ്മൾ നടക്കേണ്ടത്. അപ്പൊ എന്താണ്? കാര്യം നോക്കി പെരുമാറുക. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 3 മാത്രമാണ് ശരി. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. തുലാം പ്ലസ് ഇൻഡേ ചേർത്തെഴുതിയാൽ എന്തായിരിക്കും വായിക്കേണ്ടത്? തുലാം പ്ലസ് ഇൻഡേ എന്താണ് വരേണ്ടത്?
തുലാത്തിന്റെ, തുലാം പ്ലസ് ഇന്റെ, തുലാത്തിന്റെ ആണ്. ഓക്കെ, അപ്പൊ രണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ആൻസറിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് കൺഫ്യൂഷൻ ആവരുത്. ഇപ്പൊ തുലാത്തിന്റെ രണ്ടാമത്താണ് ശരിയെന്ന് പറഞ്ഞ് നമ്മൾ ഓപ്ഷൻ ബി അടയാളപ്പെടുത്തരുത്. തുലാം പ്ലസ് ഇന്റെ, തുലാത്തിന്റെ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ആ ഒരു രീതിയിൽ ഓപ്ഷൻ തന്നിരിക്കുന്ന. അപരാധി എന്ന വാക്കിന്റെ സ്ത്രീലിംഗം. അപരാധി എന്ന് പറയുന്നത് ശരിക്കും ഇതിന്റെ ഇതാണ് ആൻസർ ആയിട്ട് PSC തന്നിരുന്നത്. PSCയുടെ ആൻസർ അപരാധകി എന്ന. പക്ഷെ ശരിക്കും ഇതിന് പറയുന്നത് അപരാധിനിയാണ്. അപരാധി അതിന്റെ സ്ത്രീലിംഗമായിട്ട് നമ്മൾ പഠിക്കുന്നത് അപരാധിനിയാണ്. പക്ഷെ PSCയുടെ ആൻസർ ഈ പറയുന്ന അപരാധകി എന്നായിരുന്നു ആൻസർ തന്നിരുന്നത്. പൂജക ബഹുവചന രൂപം കണ്ടുപിടിക്കുക. പൂജക ബഹുവചനം നമ്മൾ ഇത് ഒത്തിരി തവണ നമ്മൾ ഈ 29 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ ഒത്തിരി തവണ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. പൂജക ബഹുവചനം ഏതാണ്? വൈദ്യർ അല്ലെ. ബഹുമാനത്തോടു കൂടി പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അല്ലെ. രൂപം കൊണ്ട് ബഹുവചനവും എന്നാൽ എന്താണ് അർത്ഥം കൊണ്ടത് ഏകവചനവുമായിരിക്കും. വൈദ്യർ എന്നാൽ ഒരാളെ അല്ലേ നമ്മൾ പറയുന്നത്. മാരാർ, പണിക്കർ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്ന പണിക്കാറാണ് കേട്ടോ. ഇവിടെ പണിക്കറാണെങ്കിൽ എന്താണ് അത് പൂജക ബഹുവചനമായേനെ. ഇനി എന്താണ്? ഇനി മരക്കൊമ്പ്. മരം കൊമ്പ് എന്തായിരുന്നു? മരം പ്ലസ് കൊമ്പാണ് മരക്കൊമ്പ്. ഓക്കെ, മരം പ്ലസ് കൊമ്പ് മരക്കൊമ്പാണ്. പക്ഷെ PSCയുടെ ആൻസർ എന്ന് പറയുന്നത് മര പ്ലസ് കൊമ്പായിരുന്നു PSC ആൻസർ ആയിട്ട് തന്നിരുന്നത്. അതിൽ നമ്മൾ നോർമലി പഠിക്കുന്നത് മരം പ്ലസ് കൊമ്പ് മരക്കൊമ്പ് എന്നാണ് പഠിക്കുന്നത്. ഓക്കെ, ശരത്ത് കോമ ചന്ദ്രൻ എന്ന വാക്കുകൾ ഒറ്റപ്പദമാക്കിയാൽ എന്താണ്? ഇതിലും ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ശരത് കോമ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശരത്ചന്ദ്രനാണ്. ഓപ്ഷൻ സി ആണ് പഠിക്കുന്നത്, ശരത്ചന്ദ്രൻ. ഇവിടെ PSC നമ്മുടെ ഓപ്ഷൻ ആൻസർ ഇതാണ് തന്നിരുന്നത്. ശരത് ചന്ദ്രൻ എന്നാണ് തന്നിരുന്നത്. ഒത്തിരി ക്വസ്റ്റ്യൻസ് PSC ഫൈനൽ ആൻസർ കീഴിലാണ് ഈ തന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ശരത് പ്ലസ് ശരത്ചന്ദ്രനായിരിക്കും നമ്മൾ എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ PSCയുടെ ഫൈനൽ ആൻസർ കീ വന്നപ്പോഴേക്കും ഇങ്ങനെ വരുവാണെങ്കിൽ എത്ര മാർക്കായിരിക്കും ആ പിള്ളേരുടെ പോയിരിക്കുന്നതെന്നും. കാര്യം ഒരു മാർക്ക് എന്ന് പറയുന്നത് എത്ര റാങ്ക് ലിസ്റ്റിന് ബാക്കിലോട്ട് മാറും എന്നുള്ളതും കൂടി ചിന്തിക്കണം. ചിലപ്പോൾ ഇത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും ഇത് എഴുതിയവർക്ക് എന്തായിരിക്കും മാർക്ക് സുഖമായിട്ട് കിട്ടിക്കാണും. അപ്പൊ ശരത് ചന്ദ്രൻ എന്നിവ ഒറ്റപ്പദമാക്കിയാൽ എന്താണത്? ശരത്ചന്ദ്രനാണ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വാതന്ത്ര്യം എന്ന പദത്തിന്റെ വിപരീതം. സ്വാതന്ത്ര്യം ഓപ്പോസിറ്റ് എന്താണ്? പാരതന്ത്ര്യമാണ്. അത് ഏതാണ്? പാരതന്ത്രമല്ല, പാരതന്ത്ര്യം. കണ്ട, ഈ ഇത് തന്നെയാണ് വരേണ്ടത്. സ്വാതന്ത്ര്യം പാരതന്ത്ര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ മലയാളവും കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ മാത്സിലേക്ക് പോകാം. ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്താ നോക്കിക്കേ, 61, 71, 41, 91. പെട്ടെന്ന് ഇത് കാണുമ്പോഴേക്കും നമുക്കൊരു ഐഡിയ കിട്ടില്ല. പക്ഷെ ഇവിടെ എന്താണ്? 61, 71, 41, 91. ഇതെല്ലാം എന്താണ്? ബാക്കി മൂന്നും അഭാജ്യ സംഖ്യകളാണ്. ഈ പറയുന്ന 91 എന്ന് പറയുന്നത് നമുക്ക് 13 × 7 എന്ന് പറയുന്നത് 91 ആണ്. അപ്പൊ ഇതെന്താണ്? ഒരു ഭാജ്യസംഖ്യയാണ്. ബാക്കിയെല്ലാം അഭാജ്യ സംഖ്യകളാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. വിട്ടുപോയ സംഖ്യ ഏത്? ഇതിനൊക്കെയാണ് നമ്മൾ പറയുന്നത് നമ്മൾ കുറച്ച് സംഖ്യകളുടെ ക്യൂബും സ്ക്വയർ ഒക്കെ പഠിച്ചു വെക്കണമെന്ന്. ഇങ്ങനെ പഠിക്കുമ്പോഴേക്കും നമുക്കൊരു ഐഡിയ കിട്ടും. ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴേക്കും ഒരു പാറ്റേൺ കിട്ടും നമുക്ക്. 511 എന്ന് പറയുന്നത് 8ന്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചതാണ്. 8ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 512 ആണ്. അതിൽ നിന്ന് 1 കുറച്ചതാണ്. ഇനി 342 എന്ന് പറയുന്നത് 7ന്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചതാണ്. 7ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 343 ആണ്. അതിൽ നിന്നാണ് നമ്മൾ 1 കുറച്ചിരിക്കുന്നത്. നെക്സ്റ്റ് 215 എന്ന് പറയുന്നത് 6ന്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചതാണ്. 6ന്റെ ക്യൂബ് 216 ആണ്. അതിൽ നിന്നാണ് 1 കുറച്ചത്. അപ്പൊ അടുത്തത് എന്തായിരിക്കണം വരേണ്ടത്? 5ന്റെ ക്യൂബിൽ നിന്ന് 1 കുറക്കണം. 5ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 125 ആണ്. അതിൽ നിന്ന് 1 കുറച്ച് 124 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കിക്കേ, 4ന്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചു. 4ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 64 ആണ്. അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 63. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. പെന്റഗൺ ക്യൂബിയോ തന്നിട്ടുണ്ട് അല്ലെ. ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. റെക്ടാങ്കിൾ എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. പെന്റഗൺ PENTAGON പെന്റഗൺ. ഇവിടെ പിയിൽ നിന്ന് അടുത്ത് എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? QBOQBDPK. ഓക്കെ, പി കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പറാണ് എന്താ? Q എന്ന് പറയുന്നത്. N കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പറാണ് എന്ത്? O എന്ന് പറയുന്നത്. A കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പറാണ് എന്ത്? B എന്ന് പറയുന്നത്. O കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പറാണ് P എന്ന് പറയുന്നത്. സോ നമുക്ക് ആ ഒരു പാറ്റേൺ വഴി എഴുതി നോക്കാം. റെക്ടാങ്കിൾ. ഓക്കെ, ആദ്യത്തത് എന്താണ്? +1 ആണ് അല്ലേ വേണ്ടത്. അപ്പൊ ആദ്യം വരേണ്ടത് S വേണം. അടുത്തത് എന്താണ്? അടുത്തതിനല്ല, അത് കഴിഞ്ഞിട്ടുള്ളത് +1. S കഴിഞ്ഞിട്ട് എന്താ? അടുത്ത ഏതാണ്?
D1 അല്ലെ, സി കഴിഞ്ഞ് ഡി അല്ലേ വരേണ്ടത്. അപ്പൊ നമുക്ക് ഇതങ്ങ് വെട്ടിക്കളയാം. ഇനി ഇനി അടുത്ത ഏതാണ്? ടി വെട്ടിട്ട് അടുത്ത് നോക്കാം. എ കഴിഞ്ഞിട്ട് വരേണ്ടത് ബി ആണ്. അപ്പൊ എസ് ഡി ബി, എസ് കഴിഞ്ഞിട്ട് ഡി വേണം, അത് കഴിഞ്ഞിട്ട് ബി വേണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. കണ്ടോ, ഓപ്ഷൻ എ അല്ലേ ആൻസർ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ഓൾട്ടർനേറ്റീവ് ഉള്ളത് വെട്ടി നോക്കിക്കോ. എസ് ഡി ബി, ഇവിടെ നോക്കിക്കേ, എസ് കഴിഞ്ഞിട്ട് ഡി ഉണ്ട്, ഡി കഴിഞ്ഞ് തൊട്ടടുത്ത ബി എഴുതിയിരിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്, ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് വേണ്ടത്. അടുത്തത് ജി കഴിഞ്ഞിട്ട് എന്താണ് വേണ്ടത്? എച്ച് വേണം. ഇവിടെ ഇ കഴിഞ്ഞിട്ട് എഫ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ എസ് ഡി ബി എച്ച് എഫ് ആണ് വരേണ്ടത്. അപ്പൊ അതായത് എസ് ഇവിടെ ബി വന്നം, ഡി ഇവിടെ ക്യൂ വന്നം, ബി കഴിഞ്ഞിട്ട് എന്താണ്? കെ വന്നം, ഇവിടെ ഐ വന്നം. അല്ല, ഈ ഒരു ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഇതിന് മാത്രമാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ ലോജിക്ക് വേണമെങ്കിൽ ജസ്റ്റ് നോക്കാം. ഇവിടെ ഇ കഴിഞ്ഞിട്ട് എന്താണ്? -3 ആണ് ചെയ്തിരിക്കുന്നത്. ബി കഴിഞ്ഞ് സി ഡി ഇ അല്ലെ. ഇവിടെ നിന്ന് എന്താണ്? ക്യൂ കഴിഞ്ഞിട്ട് RST. അപ്പൊ ഇവിടെയും എന്താണ്? -3 ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും എന്താണ്? -3. ഇവിടെയും എന്താണ് ചെയ്തിരിക്കുന്നത്? -3. കെ കഴിഞ്ഞിട്ട് LMN ആണ്ടാ, എൻ കഴിഞ്ഞ അവിടെ ബാക്കിലോട്ടാണ് എഴുതിയിരിക്കുന്നത്. സെയിം തന്നെ ഇവിടെ വരേണ്ടത്. ഇവിടെ -3, ഇവിടെയും എന്താണ്? -3, ഇവിടെയും എന്താണ്? -3, ഇവിടെയും എന്താ? -3 ചെയ്യണം. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 4:35 AM ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് 4:35 എന്ന് പറയുമ്പോൾ 4:35 എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? 13h - 11/2m. ഇവിടെ ഇങ്ങനെ ഒരു വാല്യൂ കൂടി ഉണ്ട്. ഇവിടെ ഒരു മോഡുലസ് ഉണ്ട്. മോഡുലസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിനുള്ളിൽ എന്ത് നെഗറ്റീവ് നമ്പർ വന്നാലും ആൻസറിലേക്ക് വരുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. 30 × 4 - 11/2 × 35 എന്ന് വരും. 30 × 4 എന്ന് പറയുമ്പോൾ 120 മൈനസ് 11/2 എന്ന് പറയുമ്പോൾ ഇത് കട്ടായി പോയിട്ട് നമുക്കിവിടെ ആൻസർ വരേണ്ടത് 192.5 ആണ്. അതായത് 11 × 35 ചെയ്യുക, ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് -72.5. മോഡുലസ് മാറ്റുമ്പോഴേക്കും നമ്മുടെ ആൻസർ 72.5 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി ആണ്. വിട്ടുപോയ ചിഹ്നങ്ങൾ ഏതൊക്കെയായിരിക്കും? ഇത് നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും നമുക്ക് ഓപ്ഷനിൽ നിന്ന് എടുത്തെഴുതാനേ പറ്റുള്ളൂ ചെയ്യാനായിട്ട്. ഇവിടെ നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഇതൊരു കംപ്ലീറ്റ് നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? ഡിവിഷൻ മാത്രം നമുക്ക് നോക്കാം. ഇവിടെ ഡിവൈഡ് ബൈ 4 ഡിവൈഡ് ബൈ 9 എന്ന് പറയുമ്പോൾ ഒരു ഫ്രാക്ഷൻ ആയിട്ട് വരും. അപ്പൊ നമുക്ക് അതിനെ നമുക്ക് വിട്ടുകളയാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നമുക്ക് ഓരോന്നും ചെയ്ത് നോക്കി സമയങ്ങളിലേക്ക് നല്ലതാണ്. നമുക്കൊരു ഫസ്റ്റ് തന്നെ നമുക്ക് ഇന്നത് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നതിലേക്ക് എത്തുക. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫസ്റ്റിലാണ് ഡിവിഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 9 ഡിവൈഡ് ബൈ 8 എന്ന് വരും. അവിടെയും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നില്ല. അടുത്തതും ഡിവിഷനാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഇത് നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്നത് നോക്കിക്കേ, എവിടെയാണ്? ഇത് ഇവിടെയാണ് അല്ലെ ഡിവിഷൻ വന്നിരിക്കുന്നത്. 8 ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്നത് നമുക്കറിയാം 2 കിട്ടുമെന്നറിയാം. അപ്പൊ നമുക്ക് അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 9-8-8-4-9 ആണ് തന്നിരിക്കുന്നത്. ഇവിടെ 9 ഇൻറ്റു, ഇവിടെ പ്ലസ്, ഇവിടെ ഡിവിഷൻ, ഇവിടെ മൈനസ് അല്ലെ. 9 × 8 എന്ന് പറയുന്നത് 72 ആണ്. പ്ലസ് 8 ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്നത് 2 ആണ്. -9 ആണ് അല്ലെ. ഇവിടെ നമ്മൾ ഡിവിഷൻ തന്നെയാണ് കേട്ടോ ആദ്യം ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവിടെ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്തെന്നേ ഉള്ളൂ. 72 × 2 74 - 9 എന്ന് പറയുമ്പോൾ 65 ആണ്. ശരിയല്ലേ? അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. -1/27 ദ ഹോൾ പവർ -2/3 അല്ലെ. ഹോൾ പവറാ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്ന റൂൾ എന്തൊക്കെയാണ്? ഒരു എക്സ്പോണന്റ് കൃത്യംഗങ്ങളിൽ എന്താണ്? a പവർ -m എന്ന് പറഞ്ഞാൽ നമുക്കതിന് എന്ത് എഴുതാനായിട്ട് പറ്റും? 1/a ദി ഹോൾ പവർ m എന്ന് എഴുതാം. നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് ആക്കി എഴുതാം. സെയിം നമ്മളിവിടെ എന്ത് ചെയ്യുക? ഇവിടുത്തെ നെഗറ്റീവ് അതിൻ്റെ ഉള്ളിൽ എന്തും ആയിക്കോട്ടെ, എയുടെ വാല്യൂ അല്ല നമ്മൾ നോക്കേണ്ടത്. ഈ പവറിന്റെ നെഗറ്റീവ് ആണ് നമ്മൾ മാറ്റുന്നത്. സോ നമ്മൾ ഇതിന് എന്ത് എഴുതി? നേരെ തിരിച്ചെഴുതി. 27/1 എന്നാക്കി എഴുതി. ഓക്കെ, നേരെ തിരിച്ചെഴുതിയേ. എന്നിട്ട് എന്ത് ചെയ്യണം? 2/3 എന്നുള്ളതിന് നമുക്ക് എന്താക്കി മാറ്റണം? -2/3 എന്നുള്ളത് +2/3 ആകും. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഇനി 27 എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 3ന്റെ ക്യൂബ് ആണ് 27 എന്ന് പറയുന്നത്. ദി ഹോൾ പവർ 2/3 അല്ലെ. ഇവിടെ നമുക്ക് അറിയാവുന്ന റൂൾ എന്താണ്? a പവർ m ദി ഹോൾ പവർ n എന്ന് പറയുന്നത് a പവർ m × n ആണ്. ഇവിടെ എന്ത് വരും? -3 ദി ഹോൾ പവർ 3 × 2/3 എന്ന് വരും. ഇവിടെ ഇതുകൂടി കട്ടായി പോകും. ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും? -3² എന്ന് വരും. -3² എന്ന് പറഞ്ഞാൽ -3 × -3 3 × 3 9 ആണ്. നെഗറ്റീവ് × നെഗറ്റീവ് പോസിറ്റീവ് ആണ്. സോ ആൻസർ വരേണ്ടത് 9. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
1/x is to 1/y is to 1/z equal to 2:3:5 ആയാൽ x:y:z എത്ര? ഇത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, ഇതിന്റെ LCM അങ്ങ് കണ്ടുപിടിക്കുക. LCM ഓഫ് 2, 3, 5 2, 3, 5 LCM എന്താണ്? ഏറ്റവും വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ ഇരട്ടി എടുക്കുക. 5ന്റെ ഇരട്ടി എത്രയാണ്? 10. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അടുത്ത് എന്ത് എടുക്കുക? അതിന്റെ മൾട്ടിപ്പിൾസ് എടുത്താൽ മതി. ഇപ്പൊ നമുക്ക് 30 കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. 2, 3, 5 LCM എന്ന് പറയുന്നത് നമുക്ക് ഒന്നും കൊണ്ടും ചെയ്യാൻ പറ്റില്ല അല്ലേ ഇതിനാ. അപ്പൊ 2 × 3 6, 6 × 5 30. LCM എന്ന് പറയുന്നത് 30 ആണ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x:y:z ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ തന്നിരിക്കുന്ന റേഷ്യോനെ ഓരോന്നിനെയും തന്നിരിക്കുന്ന റേഷ്യോസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 30/2 30/3 30/5 ചെയ്താൽ മതി നമ്മുടെ ആൻസർ കിട്ടാനായിട്ട്. 30/2 എന്ന് പറയുന്നത് 15 ആണ്. 30/3 എന്ന് പറയുന്നത് 10 ആണ്. 30/5 എന്ന് പറയുന്നത് 6 ആണ്. 15:10:6 ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഒരു ക്യൂബിന്റെ വികരണത്തിന്റെ നീളം 4√3 സെന്റിമീറ്റർ ആയാൽ അതിന്റെ വ്യാപ്തം എത്ര? വികരണം ഒരു ക്യൂബാണല്ലേ പറഞ്ഞിരിക്കുന്നത്. ക്യൂബിന്റെ വികരണം നമ്മൾ A√2 ആണ് നമ്മൾ നോർമലി പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ക്യൂബ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? A√3 ആണ് ഡയഗണൽ എന്ന് പറയുന്നത്. അത് വികരണം തന്നിട്ടുണ്ട്. ക്യൂബാണ് കേട്ടോ ഇത്. നമ്മൾ മറ്റേത് സ്ക്വയർ ഒക്കെയാണ് നമ്മൾ A√2 പഠിക്കുന്നത്. ഇവിടെ ക്യൂബ് ആയതുകൊണ്ട് തന്നെ എന്താണ്? A√3 ആണ്. ഇവിടെ ഡയഗണൽ തന്നിട്ടുണ്ട് 4√3 ആണ് ഈ പറയുന്ന A√3 എന്ന് പറയുന്നത്. √3 ക്യാൻസൽ ആയിപ്പോയി. അതായത് A എന്ന് പറയുന്നത് 4 ആണ്. അതായത് ക്യൂബിന്റെ ഒരു വശം 4 ആയാൽ അതിന്റെ വ്യാപ്തം വോളിയം എത്രയാണ്? A³ അല്ലെ? 4ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 × 4 16, 16 × 4 64 സെന്റിമീറ്റർ ക്യൂബ് ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൂട്ട് ഓഫ് 0.27 സ്ക്വയർ പ്ലസ് 0.21 സ്ക്വയർ പ്ലസ് 0.29 സ്ക്വയർ ഡിവൈഡഡ് ബൈ 0.027 സ്ക്വയർ പ്ലസ് 0.021 സ്ക്വയർ പ്ലസ് 0.029 സ്ക്വയർ. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യമുള്ളൂ. നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതുവാണ് 2 + 3 + 5 ഡിവൈഡ് ബൈ 2 + 3 + 5 എന്ന് എഴുതി. മുകളിലും താഴെയും ഒരേ നമ്പേഴ്സ് ആണ്. പോയിന്റ് നിങ്ങൾ ഇഗ്നോർ ചെയ്തേക്ക്. നമുക്കിതിന് സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്ത് ആൻസർ 1 എന്ന് എഴുതാൻ പറ്റും. ആണല്ലോ. സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. ഇവിടെ എന്താണ് വരേണ്ടത്? ഇവിടെ നമുക്കിവിടെ മുകളിലും താഴെയും ഒരേ നമ്പേഴ്സ് ആണ്. ഇവിടെ എന്താണ്? പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ആണുള്ളത്. ഇവിടെ എത്രയുണ്ട്? 3 ഡിജിറ്റ് ഉണ്ട്. 3 ഡിജിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന് സ്ക്വയർ എടുക്കുമ്പോൾ ശരിക്കും ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ഇവിടെ ശരിക്കും ആൻസർ വരേണ്ടത് അല്ലേ? ആൻസർ വ്യത്യാസം എത്രയാണ്? 1 അല്ലേ? അതായത് 10 വരും. 10ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 100 ആണ്. അപ്പൊ ഇവിടെ റൂട്ടും കൂടി ഉണ്ട്. അപ്പൊ ആൻസർ വരേണ്ടത് 10 ആണ്. ഇവിടെ അതേപോലെ തന്നെ ഇവിടെ എന്താണ്? ഒരു 0 ഉണ്ടെങ്കിൽ ഇവിടെയും എന്ത് ചെയ്യണം? ആൻസറിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അതായത് ഇത്രയേ ഉള്ളൂ. ഇവിടെ വ്യത്യാസം 1 ആണ്. നമ്മൾക്ക് എന്ത് ചെയ്യണം? സ്ക്വയർ എടുക്കണം. അപ്പൊ അതെന്താണ്? 1 എന്നുള്ളത് 2 0 വരും. ഓക്കെ, 2 ആണ് വ്യത്യാസം. 4 0 നമ്മുടെ ആൻസറിലേക്ക് വരും. ഓക്കെ ആണല്ലോ. അപ്പൊ ശരിക്കും ഇത് ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടി കട്ടായിപ്പോയി ആൻസർ വരേണ്ടത് 1 ആണ്. ഡയറക്റ്റ് ആ പോയിന്റ് മാറ്റാനുള്ള 2 0 കൂടിയാണ്. അതായത് √100 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഒരു സമാന്തര പ്രോഗ്രഷന്റെ 24ാം പദം -63 ആയാൽ അതിന്റെ ആദ്യത്തെ 47 പദങ്ങളുടെ തുക എത്ര? ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 47 പദങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ 24ാം പദം എന്ന് പറയുന്നത് അതിന്റെ മിഡിൽ ടേം ആയിരിക്കും. നമ്മൾ എങ്ങനെയാണ് മിഡിൽ ടേം കണ്ടുപിടിക്കേണ്ടത്? n+1 / 2 ചെയ്താൽ മതി അല്ലെ. n എന്ന് പറയുന്നത് ഇവിടെ 47 ആണ്. 47 + 1 / 2 എന്ന് വരും. അതായത് 24 എന്ന് പറയുന്നത് അതിന്റെ മധ്യപദമായിരിക്കും. നമ്മളിപ്പോൾ 9 ടേം ഉണ്ടെങ്കിൽ നമുക്കറിയാം 5 എന്ന് പറയുന്നത് 5ാം പദം എന്ന് പറയുന്നത് അതിന്റെ മിഡിൽ ടേം ആയിരിക്കും. പിന്നെ ഇങ്ങോട്ട് 4 ഉണ്ട്, ഇങ്ങോട്ട് 4 ഉണ്ട്. സെയിം തന്നെയാണ് ഇവിടെ വരേണ്ടത്. 24 എന്ന് പറയുമ്പോൾ അതിന്റെ മിഡിൽ ടേം ആയിരിക്കും. ഈ മധ്യപദം കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. മധ്യപദം എന്ന് പറയുന്നത് എന്താണ്? മധ്യപദം നമ്മുടെ നോർമലി നമ്മൾ പറയുന്നത് എന്താണ്? ശരാശരി അല്ലെ. ശരാശരി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് ഈ മധ്യപദം കിട്ടുന്നത്. അപ്പൊ മധ്യപദം നമ്മുടെ തന്നിട്ടുണ്ട് -63 ആണ്. നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്? തുകയാണ്. ഡിവൈഡ് ബൈ എണ്ണം എന്ന് പറയുന്നത് 47 ആണ്. സോ ഇവിടെ എന്താണ്? തുക എന്ന് പറയുന്നത് 47 × -63. സംഖ്യയെ എന്ത് ചെയ്താൽ മതി? മധ്യപദം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ തുക കിട്ടും. 47 × 63 എന്ന് പറയുന്നത് 2961 -2961. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്.
ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യാം, ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരിക്കാം. അതും കൂടി അതിന്റെ GK പോർഷൻസും അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ വേണ്ടവർ അതും കൂടി ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്